എന്നിട്ട് കുത്തിയോരെങ്കിലും നമ്മളെ വണ്ടിക്കൊന്നും പറ്റിയില്ല. ഓല വണ്ടിക്ക് 1500 രൂപ കൊടുത്തു. എന്ത് വണ്ടിയെന്നപ്പോ? അല്ല എന്തിനാ ബ്രേക്ക് പിടിച്ചത്? സഡൻ ബ്രേക്ക് ഞാനും മുന്നിലുള്ള ഓട്ടോറിക്ഷക്കാരുണ്ടായി. അമ്മ നമ്മള് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓല് വന്ന് ബാക്കിൽ കുത്തിയാ ഓലും ഇങ്ങോട്ടാ തരിക. ബാക്കിന്ന് ആര് കുത്തിയാലും നമ്മളൊരു ഉറുപ്പ്യ കൊടുക്കരുത്. അല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത് കൊണ്ട് കാര്യമില്ല. ബാക്കിന്ന് വരുന്ന വണ്ടിക്കാരന്റെ ഉത്തരവാദിത്തമാണ് മുന്നത്തെ വണ്ടിനെ കുത്തായിരിക്കും. അല്ലാതെ നമ്മൾക്ക് ചിലപ്പോ സഡൻ ബ്രേക്ക് ഒരാള് മനുഷ്യൻ മുന്നിൽ ചാടി എന്താട്ടുക സഡൻ ബ്രേക്ക് വിടുക. അത് ബാക്കത്തെ ആള് ബാക്കിന്ന് ആരും കുത്തിയാലും ഒന്നും കൊടുക്കരുത്. ആരെയും സൈഡ് ഉണ്ടായിന് അപ്പൊ ഞാനും എന്റെ മൂത്താപ്പാന്റെ കുട്ടിയുണ്ടായിരുന്നു. സൈദുണ്ടായിരുന്നു. സൈദോടെ പറഞ്ഞു വണ്ടിക്ക് അക്കൗണ്ടിൽ പൈസ ടച്ചോണ്ടിട്ടില്ല. ഞാൻ വണ്ടിയിട്ട് പോകുമ്പോൾ കൊടുക്കാൻ പറ്റില്ല. ബാക്കിന്ന് വണ്ടി എന്ത് കാട്ടിയാലും നമ്മളൊന്നും അറിയണ്ട. അത് ഓരോ ഉത്തരവാദിത്തം. ബാക്ക് 10 മീറ്റർ ദൂരത്ത് വണ്ടിക്ക് പോരാൻ അമ്പലപ്പാട്ട് എൽബോർഡ് ഉണ്ടെങ്കിൽ കുഴപ്പമുണ്ടായില്ല. അല്ല എൽബോർഡ് ഒന്നുമല്ല. ബാക്കിന്ന് വണ്ടി കുത്താൻ പാടില്ല. സൗദി അറേബ്യയിലൊക്കെ ബാക്കിന്ന് കുത്തിയുണ്ടല്ലോ കുടുങ്ങിയത് തന്നെ. പിന്നെ ബാക്കത്തെ ആളെ ഉത്തരവാദിത്തമാണ് മുന്നത്തെ വണ്ടിനെ കുത്താതിരിക്കണ്ട. അല്ലാതെ മുന്നിൽ പോണവർക്ക് ബാക്ക് കണ്ണാണല്ലോ. അതെ അമ്പലം എവിടെയെങ്കിലും ആക്കാരോ ഇവിടെ എവിടെയെങ്കിലും ഒരു ബോക്സ് വെച്ചിട്ടുണ്ടാകും. അതാണ് ആ സൗണ്ട് ഇടക്ക് വരുന്നത്. എവിടെയെങ്കിലും ഒരു ബേക്കറിയോ പഴയ നിൽക്കണ നല്ല ചൊറുക്കിൽ നിൽക്കണ അറിയില്ല. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. പൂവനാണെങ്കിൽ വാങ്ങിക്കളിന്ന അടുത്ത നല്ല ഹോട്ടല് കാണോളം ഇത് ബേക്കറി കാണോളം അത് തിന്നാളി. നല്ല ചൊറുക്കുണ്ടല്ലേടി. നീച്ചിരുന്ന പമ്പറന്നോളെ. ഞാന് 2 സ്റ്റാറ്റസ് എടുത്തേ. വണ്ടി നിർത്തുമ്പോഴാണ് ഇഞ്ച പരിപാടി. ഞാൻ റോമിങ്ങിലായി.